എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 1 കേരളപ്പിറവി. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപം കൊണ്ടിട്ട് ഇന്നേക്ക് 64 വർഷം പൂർത്തിയാകുന്നു. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ പഴയ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങൾ ചേർന്ന് കേരള സംസ്ഥാനം പിറവി കൊണ്ടത്. മലയാളത്തെ സ്നേഹിക്കുന്നവരുടെ മോഹമാണ് അന്ന് സഫലമായത്. മലനാടും ഇടനാടും തീരപ്രദേശവും ചേർന്നൊരുക്കിയ പറുദീസയാണ് കേരളം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്നു. കൽപ്പവൃക്ഷമായ തെങ്ങ് ഔദ്യോഗിക വൃക്ഷവും, ആന ഔദ്യോഗിക മൃഗവും, വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയും, കണിക്കൊന്ന ഔദ്യോഗിക പുഷ്പവുമാണ്. മാതൃഭാഷയാണ് മലയാളം. സമ്പന്നമായ കലാപാരമ്പര്യത്തിന് ഉടമകളാണ് നമ്മൾ. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ജീവിത രീതികളുമാണ് കേരളീയർക്ക്. കഥകളിയുടെയും തെയ്യത്തിന്റെയും നാടാണ്. നമ്മുടെ സംസ്കാരത്തിന്റെയും ഭാഷയുടെയും ഒത്തൊരുമയാണ് ഇവിടുത്തെ ഉത്സവങ്ങൾ സൂചിപ്പിക്കുന്നത്. മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. ചിന്തയുടെ മാധ്യമമാണ് ഭാഷ. മലയാളത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ട്. എങ്കിലും 16-ാം നൂറ്റാണ്ടിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ കൃതികളോടെ തനതായ സാഹിത്യ പാരമ്പര്യം നമുക്കുണ്ടായി. പ്രാചീന കവിത്രയത്തിന്റെ കൃതികൾ മലയാള ഭാഷയുടെ വളർച്ചയെ വളരെയധികം സ്വാധീനിച്ചു. അതിമഹത്തായ ഒരു സാഹിത്യ പാരമ്പര്യം നമുക്കുണ്ട്. ഇന്ന് നമ്മുടെ മാതൃഭാഷ ശ്രേഷ്ഠ ഭാഷാ പദവിയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന 5ാമത്തെ ഭാഷയാണ് മലയാളം. എന്നാൽ ഭാഷയെ നിലനിർത്തുന്നതും ഇല്ലാതാക്കുന്നതും സമൂഹമാണ്. ജീവിത രീതികളിലും സംസ്കാരത്തിലും വന്ന മാറ്റം ഭാഷയെയും സ്വാധീനിക്കുന്നു. ഒരു ജനതയുടെ സംസ്കാരത്തിന്റെയും ജീവിത രീതിയുടെയും പ്രതീകമാണ് ഭാഷ. അതുകൊണ്ട് 65ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ മലയാളം അതിന്റെ വിജ്ഞാന പദവിയിലേക്ക് ഇനിയും ഉയരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് പഴയ കാലത്തെ നിത്യോപയോഗ സാധനങ്ങളാണ്. ഇത് ചട്ടകം. ഈ ചട്ടകം ഉപയോഗിച്ചിരുന്നത് കുറെ ഭക്ഷണങ്ങളൊക്കെ അളക്കാനൊക്കെ ഉപയോഗിച്ചതാണ്. ഇത് ഒലക്ക. ഈ ഒലക്ക അരി സാധനങ്ങൾ കുത്താനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് ഫോണ്. ഇങ്ങനെ ഉടയില ഇങ്ങനെ
നമ്പർ ഇങ്ങനെയാണ്. ഇത് കോളാമ്പി. ഇത് പഴയ കാലത്ത് ആൾക്കാരൊക്കെ തുപ്പാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. തറവാട്ടിലുള്ളവരൊക്കെ തുപ്പാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഇതാണ് കിണ്ടി. ഇത് പൈപ്പിന് പകരമാണ് ഇത് ഉപയോഗിക്കല്. ഇത് കൈ കഴുകാനും മാങ്ങ കഴുകാനും കലക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് മൂന്നും അരി അളക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് പറ, ഇത് എടങ്ങായി, ഇത് എന്താണ് എൻ്റെ പേര്, നായി. ഈ പറ വലിയ അളവിലുള്ള അരി നെല്ലൊക്കെ അളക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് എടങ്ങായി മീഡിയം സൈസിൽ, ഇത് ഏറ്റവും സ്മോൾ. ഇതാണ് പെട്ടി, കളപ്പെട്ടി. ഈ പെട്ടി പഴയ കാലത്ത് ആഭരണങ്ങളും പൈസ ഒക്കെ ഇട്ടാക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് ഡ്രസ്സ് ഇട്ടാക്കാൻ ഉപയോഗിച്ചായിരുന്നു. ഇതിപ്പോ ഉപയോഗിക്കാതായിട്ട് തുരുമ്പൊക്കെ കുറച്ചിങ്ങനെ തുരുമ്പും കുപ്പലൊക്കെ കുറച്ചിട്ടുണ്ട്. ഇത് തളിക ഉപയോഗിച്ചിരുന്നത് ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കാനും പിന്നെ ഒരുപാട് ഭക്ഷണം വിളമ്പാനൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് ഭരണി ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനും പിന്നെ ഒരുപാട് കാലം സൂക്ഷിക്കാനൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഇത് ഉരുളി ഉപയോഗിച്ചിരുന്നത് ഒരുപാട് സാധനങ്ങൾ വറുക്കാനൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് കുഞ്ഞുള്ളി. ഇത് കുഴമ്പും കാര്യങ്ങളൊക്കെ തേക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനം. ഏവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളിൽ പലരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു ഉപകരണത്തെ കുറിച്ചാണ്. ആട്ടുകല്ല്. ഇന്ത്യയിൽ അടുക്കളകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു ഉപകരണമാണ് ആട്ടുകല്ല്. ആട്ടമ്മി എന്ന പേരിൽ ആണ് ഇത് പല സ്ഥലങ്ങളിലും അറിയപ്പെട്ടുകൊണ്ടിരുന്നിരുന്നത്. ദോശ, ഇഡലി, വട, ഉണ്ണിയപ്പം തുടങ്ങിയ പല പലഹാരങ്ങൾക്കും അരച്ചുണ്ടാക്കിയിരുന്നത് ഈ ഉപകരണത്തിലാണ്. വൃത്താകൃതിയിലുള്ള ഒരു കുഴിയുള്ള കല്ലും അതിൽ ആട്ടുവാനായി സ്തൂപാകൃതിയിലുള്ള മറ്റൊരു കല്ലും ചേർന്നതാണ് ആട്ടുകല്ല്. ആധുനിക ഉപകരണങ്ങളായ മിക്സി, ഗ്രൈൻഡർ എന്നിവയിൽ അരച്ചുണ്ടാക്കുന്നതിനേക്കാൾ രുചിയേറുന്നത് ഇത്തരം ഉപകരണങ്ങളിൽ അരച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്കാണ്. മിക്സി, ഗ്രൈൻഡർ എന്ന ഉപകരണങ്ങൾ വന്നതോടുകൂടി ആട്ടുകല്ല് തുടങ്ങിയ ഉപകരണങ്ങളെല്ലാം നമ്മിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഒരു പഴയ റേഡിയോ ആണിത്. ഏകദേശം 70 വർഷത്തോളം പഴക്കമുള്ള റേഡിയോ ആണിത്. ബാറ്ററി ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതാണ് അമ്മിയും അമ്മിക്കുട്ടിയും. ഇത് തേങ്ങയും മറ്റു മസാലകളും അരക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പേരാണ് കൈലാറ്റ. ഇന്ന് നമ്മുടെ അടുക്കളകളിൽ ക്രോക്കറി സ്റ്റാൻഡിന് പകരം കൈലുകളും തവികളും പിന്നെ സ്പൂണുകളും എല്ലാം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ് കൈലാറ്റ. ഇത് മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഇസ്തിരിപ്പെട്ടി. ഇത് പഴയ കാലത്ത് വസ്ത്രങ്ങൾ തേക്കുവാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് ഒരു മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ചിരട്ട കത്തിച്ച് കരിയാക്കി ഇതിന്റെ ഉള്ളിൽ നിറച്ച് ഈ ചൂട് കൊണ്ടാണ് വസ്ത്രങ്ങൾ തേച്ചിരുന്നത്. ഇതിന്റെ പേരാണ് ഉരല്. നെല്ല് കുത്തുന്നതിനും ധാന്യങ്ങൾ പൊടിക്കുന്നതിനും വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ല് കൊണ്ടാണ്. ഇതാണ് ആധാരപ്പെട്ടി. വിലപിടിപ്പുള്ള ഡോക്യുമെന്റുകളും ആധാരങ്ങളും സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഇത് മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പേരാണ് മുറം. നെല്ല് ചേറിയെടുക്കുന്നതിനും അരി ചേറിയെടുക്കുന്നതിനും വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. മുള ചീന്തിയ പാളികളാക്കി മൊടിഞ്ഞെടുത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പേരാണ് കൊട്ടക്കൈല്. വേവിയ ചോറ് കോരിയെടുക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. മുള കീറിയെടുത്ത് നേരിയ പാളികളാക്കി മൊടിഞ്ഞെടുത്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പേരാണ് ഇഡ്ലിത്തട്ട്.
ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ബ്രാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അലുമിനിയം കൊണ്ടും സ്റ്റീൽ കൊണ്ടുമാണ് ഇഡ്ലി തട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് നെല്ല് പുഴുങ്ങുന്ന ചെമ്പ്. നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തിയിട്ടാണ് അരി ഉണ്ടാക്കിയിരുന്നത്. അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന പാത്രമാണിത്. ഇത് ബ്രാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പേരാണ് ചിരവ. തേങ്ങ ചിരകാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂർത്ത ഭാഗം കൊണ്ടാണ് തേങ്ങ ചിരണ്ടുന്നത്. കൂട്ടുകാരെ, പ്രിയപ്പെട്ട അധ്യാപകരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത് പണ്ടുകാലത്ത് നമ്മുടെ പൂർവികന്മാർ ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളാണ്. ആദ്യമായി കിണ്ടി. ഇതാണ് കിണ്ടി. ദക്ഷിണേന്ത്യയിൽ മാത്രം കാണുന്ന കിണ്ടി കമണ്ടലുവിന്റെ ആധുനിക രൂപമാണ്. ഇതിന് അകത്തേക്കും പുറത്തേക്കും പ്രത്യേകം വായുണ്ട്. അടിഭാഗത്തെ വിസ്തൃതമായ ഭരണി, മുകൾ ഭാഗത്തെ വിസ്തൃതി കുറഞ്ഞ വായ, ജലം കുറഞ്ഞ അളവിൽ പുറത്തേക്കൊഴിക്കാൻ ഉപയോഗിക്കുന്ന മുരല് എന്ന് വിളിക്കുന്ന വാൽ എന്നിവ കിണ്ടിയുടെ മാത്രം പ്രത്യേകതയാണ്. അടുത്തതായി കോളാമ്പി. ഇതാണ് കോളാമ്പി. മുറുക്കി തുപ്പുന്നതിനായി ദക്ഷിണേന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമാണ് കോളാമ്പി. ഇത് ഓട് കൊണ്ടാണ് കൂടുതലായും നിർമ്മിക്കപ്പെടാറുള്ളത്. ഇത് ഓട് കൊണ്ടും അലൂമിനിയം കൊണ്ടും നിർമ്മിക്കപ്പെടാറുമുണ്ട്. എന്റേത് ഓട് കൊണ്ടുള്ള കോളാമ്പിയാണ്. അടുത്തതായി പനിനീർ തളിക്കുന്ന ഒരു വസ്തുവാണിത്. വിശിഷ്ടാവസരങ്ങളിൽ പണ്ടുകാലത്ത് പനിനീർ തളിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ഇത്. ഇതാണ് പാറ. നെല്ല് അളക്കുന്നതിനായും അരി അളക്കുന്നതിനായും ഉപയോഗിച്ചിരുന്നതാണ് ഇത്. ഇത് ഇടങ്ങായി. ഇത് ഏകദേശം 1 കിലോഗ്രാം അരി വരെ വരുന്നതാണ് ഇത്. ഇത് 4 നാഴി എന്നാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് കേരള പിറവിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ്സിൽ നടക്കുന്ന കേരളത്തിലെ പുരാതന വസ്തുവിനെ പരിചയപ്പെടുത്തുന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ അയൽവീട്ടിൽ നിന്നും ഞാൻ ശേഖരിച്ച ഒരു പുരാതന വസ്തുവിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർ ഭാരം നോക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളിക്കോൽ ആണ് ഇത്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളിക്കൊണ്ട് ഈ കോലിന്റെ 2 തലയും കെട്ടിയത് കൊണ്ടായിരിക്കാം ഇതിനെ വെള്ളിക്കോൽ എന്ന് വിളിച്ചിരുന്നത്. എങ്കിലും പിന്നീട് വെള്ളിക്ക് പകരം പിച്ചള, അതുപോലെ തന്നെ ചെമ്പ് എന്നീ ലോഹങ്ങളാൽ ഈ കോലിന്റെ 2 തലയും കെട്ടിപ്പിടിപ്പിച്ചു. അപ്പോഴും ഈ കോലിനെ വെള്ളിക്കോൽ എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടു. വെള്ളിക്കോലിന്റെ ഉപയോഗ രീതി. ഈ കോലിന്റെ ഈ അറ്റത്ത് ഭാരം കാണേണ്ട വസ്തുവിനെ തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹൂക്ക് ഉണ്ടാകും. ഭാരം കാണേണ്ട വസ്തു ഈ ഹൂക്കിൽ തൂക്കിയിടുക. എന്നിട്ട് ഇതുപോലെയുള്ള ഒരു ചരട് ഉപയോഗിച്ച് ഇതിനെ ബാലൻസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഈ ചരട് കോലിൽ മാർക്ക് ചെയ്ത ഒരു അക്കത്തിലായിരിക്കാം. അതായിരിക്കും ഇവിടെ തൂക്കിയിട്ട വസ്തുവിന്റെ ഭാരം. ഇതിനെക്കുറിച്ച് എന്റെ കൂട്ടുകാർക്ക് ഏകദേശം അറിവ് ലഭിച്ചു എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാൻസ് മുഹമ്മദ് 4th D. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നവംബർ 1 കേരള പിറവി ആണെന്ന്. നമ്മുടെ സുന്ദരമായ കേരളം രൂപീകൃതമായ ദിവസം. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഞാൻ ഇരിക്കുന്നത് തന്നെ പഴയ കാലത്തെ കസേരയിലാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പണ്ട് കാലത്തെ പണപ്പെട്ടിയാണ്. ഇതാണ് പണപ്പെട്ടി. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ തുറന്ന് കാണിച്ചു തരാം. ഇതിൽ പൈസകൾ ഇടാനുള്ള ചില്ലറകൾ ഇടാനുള്ള സൗകര്യവും ഉണ്ട്. ഇതാണ് ആഭരണങ്ങൾ. ഇതിൽ ആഭരണങ്ങൾ ഇടാനുള്ള സൗകര്യവുമുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. നമസ്കാരം. എല്ലാവർക്കും കേരളപ്പിറവി ദിന ആശംസകൾ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പഴയ കാലത്ത് കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന അളവുപകരണങ്ങളെ കുറിച്ചാണ്. ഇതാണ് നാഴി. പഴയ കാലങ്ങളിൽ അരിയും നെല്ലും അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഏറ്റവും ചെറിയ അളവ് വസ്തുവാണ്. നാഴി ലോഹം കൊണ്ടും മരം കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഇടങ്ങഴി. 4 നാഴി ചേർന്നതാണ് ഒരു ഇടങ്ങഴി. ഇടങ്ങഴിയുടെ വേറൊരു നാമമാണ് ചെങ്ങഴി. ഇടങ്ങഴി മരം കൊണ്ടും ലോഹം കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് പറ. പണ്ടുകാലങ്ങളിൽ നെല്ലും അരിയും അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ്. 12 ഇടങ്ങഴി ചേർന്നതാണ് ഒരു പറ. പറയുടെ ചുറ്റും അലങ്കാര ചിത്രങ്ങളുമുണ്ട്. ഇതാണ് പറയുടെ പിടി. ഇതെന്താണെന്നറിയാമോ? ഇതാണ് കപ്പാള. ഈർക്കില കൊണ്ടും പാള കൊണ്ടും നിർമ്മിച്ചതാണ് കപ്പാള. പണ്ടുകാലങ്ങളിൽ ചന്തയിൽ പോയി മീൻ വാങ്ങാൻ ഉപയോഗിച്ചിരുന്നതാണ് കപ്പാള. പണ്ട് ഒരു കപ്പാള മീൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തിയ അളവ് ഉപകരണങ്ങൾ പറ, നാഴി, ഇടങ്ങഴി, പിന്നെ കപ്പാള. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ. എന്റെ പേര് വേദ എം.എ. ഞാൻ ഇന്നിവിടെ പണ്ടുകാലത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളാണ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇതാണ് ഒരു നാഴി. ഇതിലാണ് പണ്ടുകാലത്തെ ജനങ്ങൾ ധാന്യങ്ങൾ അളന്നിരുന്നത്. ഇതാണ് ഒരു ഇടങ്ങഴി. ഇതിൽ 4 നാഴി ധാന്യങ്ങൾ കൊള്ളും. ഇതാണ് പറ. ഇതിൽ 10 ഇടങ്ങഴി ധാന്യങ്ങൾ കൊള്ളും. ഇതാണ് കൽച്ചട്ടി. ഇതൊരു പ്രത്യേക തരം കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്. ഇതിലാണ് പണ്ട് കാലത്തെ ജനങ്ങൾ കറി വെച്ചിരുന്നത്. ഇതാണ് ചന്ദനമുട്ടിയും ചാണക്കല്ലും. ചന്ദനമുട്ടി കൊണ്ട് ചാണക്കല്ലിൽ അരച്ചിട്ടാണ് ചന്ദനം ഉണ്ടാക്കുന്നത്. ഇതാണ് കടകോൽ. തൈരിൽ നിന്നും വെണ്ണ എടുക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെ ഈ ഭാഗത്താണ് വെണ്ണ നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് ഭസ്മക്കൊട്ട. ഇതിലാണ് പണ്ട് കാലത്തെ ജനങ്ങൾ ഭസ്മം ഇട്ടിരുന്നത്. ഇതാണ് കാൽപ്പെട്ടി. ഇതിലാണ് പണ്ട് കാലത്തെ ജനങ്ങൾ രേഖകളും പണം സൂക്ഷിച്ചിരുന്നത്. നന്ദി. നമസ്കാരം. എന്റെ പേര് അലാൻഫൽ. എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. 1956 നവംബർ 1 നമ്മുടെ കേരളം രൂപം കൊണ്ടു. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ്.
പണ്ട് കാലത്ത് കറികളൊക്കെ വിളമ്പാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് മൺപാത്രങ്ങൾ. ചോറും കറിയും ഒക്കെ വെക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് ബെഞ്ച്. ഇത് ഭരണി. പണ്ട് കാലത്തെ ഭക്ഷണങ്ങളൊക്കെ വെച്ചിരുന്ന പാത്രം. ഇതൊക്കെ ഭരണികളാണ്. പണ്ട് കാലത്ത് പൈപ്പിന് പകരം കിണ്ടിയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇത് കോളാമ്പി. വയസ്സായ ആളുകളൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് നാഴി. നമ്മൾ നെല്ലും അരികളും അളക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് നാരായം. ഇതും അതിന് ഉപയോഗിച്ചിരുന്നതാണ്. ഇത് വീടുകളിലൊക്കെ പുകക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് വിളക്ക്. നമ്മൾ ലൈറ്ററിന്റെ പകരം ഉപയോഗിച്ചിരുന്ന സാധനമാണ്. പണ്ട് കാലത്ത് കറണ്ടും ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിളക്കാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് പലക. നമ്മൾ ഇരിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഇത്. ഇത് കൈലാറ്റ. പണ്ട് കാലത്ത് സ്പൂണുകളും കൈലുകളും തൂക്കിയിടാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് ചമ്മന്തി മുട്ടി. നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് ചിരവ. നമ്മൾ തേങ്ങ ചിരവാൻ ഉപയോഗിക്കുന്നത്. ഇത് ഉലക്ക. നമ്മൾ അരിയും നെല്ലും ഒക്കെ പൊടിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് കുഴിക്കോട്ട്. നമ്മൾ പണ്ട് കാലത്ത് കുളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇത് തുടുപ്പ്. നമ്മൾ അരിപ്പൊടിയൊക്കെ ഇളക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് പെട്ടി. നമ്മൾ പഴയ കാലത്തെ വസ്ത്രങ്ങളൊക്കെ ഇട്ട് സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് സ്റ്റൂള്. മരത്തിന്റെ സ്റ്റൂൾ. ഇത് അമ്മിക്കല്ല്. നമ്മൾ അരക്കാൻ ഉപയോഗിച്ചിരുന്നത്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. ബാർട്ടർ സിസ്റ്റത്തിന് ശേഷം നിലവിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ നാണയങ്ങളെയാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് പുരാതന നാണയം. ഇത് ഓട്ടമുക്കാൽ. ഇത് വിവിധ രാജ്യങ്ങളുടെ ഓട്ടമുക്കാൽ. ഇത് അണ. ഇത് കോപ്പർ. ഇത് അലൂമിനിയം. 1 പൈസ, 2 പൈസ, 3 പൈസ. ഇത് കോപ്പർ. അഞ്ച് പൈസ. ഇതാണ് താളിയോല. പണ്ട് കാലത്ത് പുസ്തകത്തിന് പകരം ഉപയോഗിച്ചിരുന്നത്. മുമ്പ് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചില സാധനങ്ങൾ കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പണ്ട് കാലത്ത് ഇവിടെ വൈദ്യുതി ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയം
ജനങ്ങൾ ഉപയോഗിച്ച ഒരു ഇസ്തിരിപ്പെട്ടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ഇസ്തിരിപ്പെട്ടി. ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചിരട്ടയുടെ കനൽ വെച്ചിട്ട് നമ്മൾ ഇത് ഇസ്തിരി ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഞാൻ ഇതിൽ കനൽ നിറച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതെങ്ങനെ യൂസ് ചെയ്യുമെന്ന് പറയാം. ഇനി നമുക്കിതുകൊണ്ട് ഇസ്തിരി ഇടാൻ ഡ്രസ്സ്. ഓക്കെ, ഞാൻ ഇസ്തിരി ചെയ്തു. താങ്ക് യു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നശബ്, എല്ലാവർക്കും എൻ്റെ കേരളപ്പിറവി ആശംസകൾ. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ചില സാധനങ്ങളാണ്. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ചില വിളക്കുകളാണ്. ഇതെല്ലാം ഓടിന്റെ വിളക്കുകളാണ്. ഇതെല്ലാം തൂക്കിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇതും അതുപോലെ ഒരു തൂക്കുവിളക്കാണ്. ഞാൻ ചില അളവ് പാത്രങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇത് നാരായണന്, ഇത് സ്യാഹ്. ഇത് മുളക്കൊണ്ടുണ്ടാക്കിയ ഒരു അളവ് പാത്രമാണ്. ഇതിന് നായി എന്നാണ് പറയുക. ഇത് നായി. ഇത് രണ്ടും അറേബ്യൻ അളവ് പാത്രങ്ങളാണ്. ഇത് സ്യാഹ്, ഇത് മുദ്. ഇത് പറ, ഇത് നാരായണൻ, ഇത് നായി. ഇത് പണ്ട് സ്വർണം ഇടാൻ ഉപയോഗിച്ചിരുന്ന പെട്ടിയാണ്. ഇത് എൻ്റെ വല്യമ്മയുടെയാണ്. ഇത് രണ്ടും ഇസ്തിരി പെട്ടികളാണ്. ഇത് മണ്ണെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇസ്തിരി പെട്ടിയാണ്. ഇതിന്റെ ഈ ടാങ്കിലാണ് മണ്ണെണ്ണ നിറക്കുന്നത്. പിന്നെ ഇതില് തേങ്ങയുടെ ചിരട്ടയും കരിയും ഇട്ട് പ്രവർത്തിക്കുന്ന ഇസ്തിരിപ്പെട്ടിയാണിത്. ഇത് രണ്ടും ഓടിന്റെ ചെല്ലപ്പെട്ടിയാണ്. മുറുക്കാനൊക്കെ ഇതിലാണ് പണ്ട് ചെയ്യുന്നത്. ഇത് പണ്ട് ചായ വെച്ചിരുന്ന പാത്രമാണ്. ഇത് ഓടുകൊണ്ടുണ്ടാക്കിയതാണ്. ഇതും ഓടുകൊണ്ടുണ്ടാക്കിയ വെള്ളം കോരുന്ന കിണ്ടിയാണ്. വെള്ളം ഒഴിച്ചു വെക്കുന്ന കിണ്ടിയാണ്. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു തരം കോളാമ്പിയാണ്. ഇത് നിങ്ങൾക്കറിയാമായിരിക്കും. ഇത് തുലാസിന്റെ കട്ടിയാണ്. ഇത് രണ്ടും കട്ടികളാണ്. ഇതും പഴയ കാലത്തെ കുറച്ച് സാധനങ്ങളാണ്. പഴയ കാലത്തുള്ള കുറച്ച് നാണയങ്ങളെ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പറയാം. അത് 5 പൈസ, ഇത് 10 പൈസ, ഇത് 20 പൈസ, ഇത് 20 പൈസ, ഇത് 25 പൈസ. ഇതൊരു ചെമ്പു നാണയമാണ്. ഇത് 1 രൂപയുടെ നോട്ട്, ഇത് 2 രൂപയുടെ നോട്ട്. നമസ്കാരം കൂട്ടുകാരെ, നവംബർ 1 കേരളപ്പിറവിയായി ആഘോഷിക്കുകയാണ്. 1956 നവംബർ 1 കേരളം രൂപീകൃതമായത്. വൈവിധ്യമാർന്ന കലകളാലും സംസ്കാരത്താലും ഭൂപ്രകൃതിയാലും സമ്പന്നമായ ദൈവത്തിന്റെ സ്വന്തം നാട് 2020 നവംബർ 1 64ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ വൈവിധ്യമാർന്ന സംസ്കാരം കാത്തു സൂക്ഷിച്ചിരുന്ന ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് കണ്ടുപരിചയമോ കേട്ടുപരിചയമോ ഇല്ലാത്ത പല ഉപകരണങ്ങളും വസ്തുക്കളും നിലവിലുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു വസ്തുവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആവണപ്പലക അഥവാ വാൽപ്പലക. ഏതാണ്ട് വൃത്താകൃതിയിലുള്ളതും മരത്തടി കൊണ്ട് നിർമ്മിച്ചതുമായ ഈ പലകയുടെ ചുറ്റുപാടുമുള്ള അരിക് ലളിതമായ അലങ്കാര വേലകളോട് കൂടിയതാണ്. പിടിക്കാൻ പാകത്തിന് മനോഹരമായ ഒരു കൈപ്പിടിയുണ്ട്. അതുകൊണ്ട് ഇതിനെ വാൽപ്പലക എന്ന് പറയാറുണ്ട്. ആമയുടെ ആകൃതി ആയതിനാൽ ഇതിനെ ആമപ്പലക എന്നും കൂർമ്മപീഠം എന്നും ഒക്കെ പറയാറുണ്ട്.
ഏതാണ്ട് 2 കിലോഗ്രാം ഭാരമുണ്ട് ഇതിന്. ക്ഷേത്രങ്ങളിലും കോവിലകങ്ങളിലും പഴയ തറവാടുകളിലും ബ്രാഹ്മണ ഭാരങ്ങളിലും ഇത് ധാരാളമായി കണ്ടുവന്നിരുന്നു. പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇരിപ്പിടമായി ഉപയോഗിക്കാറുണ്ട്. കൂടാതെ പഴമക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിപ്പിടമായി ഉപയോഗിച്ചിരുന്നത് ഈ പലകയാണ്. ഇന്നത്തെ ഇരിപ്പിടമായി കസേര, സോഫ സെറ്റി തുടങ്ങിയവയുടെ പഴയ കാലത്തെ പകരക്കാരനായിരുന്നു ഈ പലക. പണ്ട് കാലത്ത് സർവ്വസാധാരണയായതും ഇന്നത്തെ തലമുറയ്ക്ക് കണ്ടുപരിചയമോ കേട്ടുപരിചയമോ ഇല്ലാത്ത ഈ വസ്തു നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ കേരള പിറവി ആശംസകൾ. നന്ദി. എല്ലാ അധ്യാപകർക്കും കൂട്ടുകാർക്കും എന്റെ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പണ്ടുകാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചതും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തതുമായ വിളക്കുകളെ കുറിച്ചാണ്. പണ്ടുകാലത്ത് രാത്രി വെളിച്ചമില്ലാത്ത സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വിളക്കാണ് റാന്തൽ വിളക്കുകൾ. നോക്കൂ കൂട്ടുകാരെ, ഇതാണ് റാന്തൽ വിളക്കുകൾ. ഇത് മണ്ണെണ്ണ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിലൂടെയാണ് നമ്മൾ മണ്ണെണ്ണ നിറയ്ക്കുന്നത്. ഇത് തിരി മുകളിലേക്കാക്കാനും താഴ്ത്താനുമുള്ളതാണ്. കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ഈ വിളക്കിനെ പാനീസ് എന്നും പറയാറുണ്ട്. ഈ കാറ്റത്തും ഈ വിളക്കിനെ സംരക്ഷിക്കുന്നത് ഈ പുറമേലുള്ള ചില്ലുകൂടാണ്. ഇന്നെന്റെ ഉള്ളിൽ എരിയുവാൻ ഒരു തുള്ളി എണ്ണയില്ല, ഊതിക്കെടുത്തിയ കരിന്തിരി ശാപഭസ്മമായി, മാറിയിലണിഞ്ഞു ക്ലാവു പിടിച്ച ദേഹവുമായി, കാണാമറിയത്തിരിക്കുന്നു ഞാനൊരു പാവം. മണ്ണെണ്ണ വിളക്ക്. നോക്കു കൂട്ടുകാരെ, ഇതാണ് മണ്ണെണ്ണ വിളക്ക്. ഇതും മണ്ണെണ്ണ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. മണ്ണെണ്ണ വിളക്കും റാന്തൽ വിളക്കും പഴമയുടെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ഇല്ലായ്മയുടെ അടയാളം കൂടിയാണ്. എല്ലാവർക്കും എന്റെ നന്ദി. കേരള പിറവിയോടനുബന്ധിച്ച് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിന്റെ തനതായ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണമായ ഉലലും ഉലക്കയുമാണ്. പ്രാചീന കാലത്ത് വീടുകളിൽ അരി, മല്ലി, മുളക്, മഞ്ഞൾ ഇവ ഇടിച്ചു പൊടിക്കാൻ വേണ്ടി ഉലൽ ഉപയോഗിച്ചിരുന്നു. ഉലക്ക എന്ന ദണ്ടുപയോഗിച്ചാണ് ഉലലിലെ ധാന്യങ്ങളും മറ്റും ഇടിച്ചു പൊടിക്കുന്നത്. പ്രാചീന മനുഷ്യൻ ഉലൽ ഏറ്റവും ആദ്യം ഉപയോഗിച്ചത് ഭക്ഷ്യവസ്തുക്കൾ പൊടിച്ചെടുക്കാനായിരുന്നിരിക്കണം. പാറപ്പുറത്തോ ഉറപ്പുള്ള മണ്ണിലോ ഉണ്ടാക്കിയിരുന്ന കുഴികളായിരുന്നിരിക്കണം അവ. ആദ്യകാലത്ത് കരിങ്കല്ല് കൊണ്ടു തന്നെയായിരുന്നു ഉലൽ നിർമ്മിച്ചിരുന്നത്. മരം കൊണ്ടുള്ള ഉലലും പ്രചാരത്തിലുണ്ടായിരുന്നു. കല്ലൻ മൂപ്പന്മാരാണ് കരിങ്കല്ല് കൊണ്ട് ഉലൽ നിർമ്മിക്കുന്നത്. മരം കൊണ്ട് നിർമ്മിച്ച ഒരാളുടെ ഉയരം വരുന്ന ഒരു ദണ്ടാണ് ഉലക്ക. ആശാരിമാരാണ് ഉലക്ക നിർമ്മിക്കുന്നത്. ഉലക്കയുടെ രണ്ടറ്റത്തും ഇരുമ്പിന്റെ ചുറ്റുണ്ടാകുന്നു. ഇടിക്കുന്ന ഭാഗത്തിനു ഭാരം വർദ്ധിപ്പിക്കാനും ഇടിക്കുന്ന അറ്റം ഇടിയുടെ ആഘാതത്തിൽ ചിതറിപ്പോകാതെ ഉലക്കയുടെ ആയുസ് കൂട്ടാനുമാണ് ഈ ചുറ്റിടുന്നത്. ഉലക്കയുടെ ഒരു അറ്റം ധാന്യങ്ങൾ പൊടിക്കുന്നതിനും മറുവശം നെല്ല് കുത്തുന്നതിനും ഉപയോഗിക്കാവുന്ന വിധമാണ് സംവിധാനം ചെയ്തിട്ടിരിക്കുന്നത്. ആശാരിമാർ ഉണ്ടാക്കിയെടുത്ത ഉലക്കയിൽ ചിറ്റിടുന്നത് കൊല്ലന്മാരാണ്. എന്നാൽ ഇന്നത്തെ തലമുറക്ക് ഇതെല്ലാം അവ്യക്തമാണ്. ഇതിന്റെ സ്ഥാനത്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പല തരത്തിലും രൂപത്തിലും നാം ഇന്ന് ഉപയോഗിക്കുന്നു. പ്രാചീന ഉപകരണങ്ങൾക്കെല്ലാം തന്നെ ഇന്നു മൺമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം. എന്റെ പേര് വൈകാസിയൽ. ഞാൻ 4A പഠിക്കുന്നു. എന്റെ പേര് വേദാസിയൽ. ഞാനും 4A പഠിക്കുന്നു. നവംബർ 1 കേരള പിറവിയോടനുബന്ധിച്ച് ഞങ്ങൾ തന്നെ എഴുതിയതും ചിട്ടപ്പെടുത്തിയതുമായ ഒരു ഗാനമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. നവംബർ 1 ജന്മദിനം, കേരള നാടിന് ജന്മദിനം, മലയാള മണ്ണിന് ജന്മദിനം, ദൈവത്തിൻ നാടിന് ജന്മദിനം, അഭിമാനിക്കാം ഈ സുദിനം. നവംബർ 1 ജന്മദിനം, ദൈവത്തിൻ നാടിന് ജന്മദിനം, മലയാള മണ്ണിന് ജന്മദിനം, ദൈവത്തിൻ നാടിന് ജന്മദിനം, അഭിമാനിക്കാം ഈ സുദിനം.
മലകളും പുഴകളും കടലുകളും പച്ചപ്പ് തൂകിയ വയലുകളും എന്റെ നാട് കേരളം 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 എന്റെ ഭാഷ മലയാളം നമ്മുടെ ഭാഷ മലയാളം മാതൃഭാഷ മലയാളം അമ്മ ഭാഷ മലയാളം അഭിമാനിക്കാൻ മലയാളം നവംബർ 1 ജന്മദിനം കേരള നാടിന് ജന്മദിനം മലയാള മണ്ണിന് ജന്മദിനം ദൈവത്തിൻ നാടിന് ജന്മദിനം അഭിമാനിക്കാം ഈ സുദിനം. നന്ദി, നമസ്കാരം. കേരളമേ നവ കേരളമേ സമത്വ സുന്ദര കേരളമേ നമിച്ചിടുന്നു നിൻ തിരുമുമ്പിൽ തൊഴുകയാൽ. കേരളമേ നവ കേരളമേ സമത്വ സുന്ദര കേരളമേ നമിച്ചിടുന്നു എന്നെന്നും നിൻ തിരുമുമ്പിൽ തൊഴുകയാൽ. കേരളമേ നവ കേരളമേ പച്ചവിരിച്ചൊരു മലനാട് മാവേലി മണ്ണിൽ പിറന്ന നാട്. പച്ചവിരിച്ചൊരു മലനാട് മാവേലി മണ്ണിൽ പിറന്ന നാട്. ഹൈന്ദവ മുസ്ലിം ക്രിസ്ത്യാനികളും ഐക്യം പുലരുന്ന പുണ്യനാട്. ഹൈന്ദവ മുസ്ലിം ക്രിസ്ത്യാനികളും ഐക്യം പുലരുന്ന പുണ്യനാട്. കേരളമേ നവ കേരളമേ സമത്വ സുന്ദര കേരളമേ നമിച്ചിടുന്നു എന്നെന്നും നിൻ തിരുമുമ്പിൽ തൊഴുകയാൽ. കേരളമേ നവ കേരളമേ ഉണ്ട് ചരിത്രം പറയുവാനേറെ വീരന്മാരുടെ പുണ്യഭൂമി. ഉണ്ട് ചരിത്രം പറയുവാനേറെ വീരന്മാരുടെ പുണ്യഭൂമി. നമിച്ചിടട്ടെ ഒരിക്കൽ കൂടി കേരളമേ നിൻ തിരുമുമ്പിൽ. നമിച്ചിടട്ടെ ഒരിക്കൽ കൂടി കേരളമേ നിൻ തിരുമുമ്പിൽ. കേരളമേ നവ കേരളമേ കാടും മലയും കാട്ടാറുകളും ഇടചേരുന്നൊരു പുണ്യനാട്. കാടും മലയും കാട്ടാറുകളും ഇടചേരുന്നൊരു പുണ്യനാട്. തെളിനീരുറവകൾ ചന്തം ചാർത്തും കുളിരൊളി വിതറും മലമേറ്റും. തെളിനീരുറവകൾ ചന്തം ചാർത്തും കുളിരൊളി വിതറും മലമേട്ടിൽ. കേരളമേ